Hi dears, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ റീയൂസ് ഐഡിയ ആണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ആക്രിലിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കൂടാതെ എൻ്റെ മോളുടെ കളിക്കുന്ന ഒരു കുഞ്ഞു ബോൾ എടുത്തിട്ടുണ്ട്. പിന്നെ മോൾഡിഡ് ക്ലേ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ റീയൂസ് ഐഡിയ ചെയ്യുന്നത്. അതിനായിട്ട് ആക്രിലിക്കിൻ്റെ 2 ബോട്ടിൽസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് കേട്ടോ. പിന്നെ മോൾഡിറ്റ് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി പരത്തി നമ്മളതൊന്ന് ഈ കുപ്പിയിലേക്ക് വെച്ച് ഷേപ്പാക്കി എടുക്കാൻ പോവാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ളത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമ്മളൊരു ടൂത്ത് പിക്ക് ഹോൾഡറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ ബോട്ടിലിൻ്റെ മുകളിലേക്ക് മോൾഡിഡ് ക്ലേ വെച്ച് നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് നല്ലപോലെ ഈവണായിട്ട് എല്ലാവിടെയും എത്തുന്ന പോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കുഞ്ഞു ബോളിൻ്റെ മുകളിലേക്ക് മോൾഡിഡ് ക്ലേ വെച്ച് നല്ല ഉരുട്ടിയെടുക്കാൻ പോവാണ്. ഇത് ഗണ്ണിനകത്തൊക്കെ ഇടുന്ന ഒരു ബോളാണ് കേട്ടോ, കുഞ്ഞു ബോളാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ നമ്മുടെ മോൾഡിഡ് ക്ലേ വെച്ച് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു തലയും ബോഡിയും പോലായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഒരു ജോയിൻ്റ്, ആ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ജോയിൻ്റ് ഒന്ന് നല്ല ഭംഗിയായിട്ട് ക്ലേ ടൂൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു കുഞ്ഞു റൗണ്ട് പോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതില്ലാത്തതുണ്ടെങ്കിൽ ഹാർട്ട് ഷേപ്പിലുള്ള ക്ലേ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ ഒരു പകുതി പോർഷൻ ഞാൻ വെച്ചിട്ട് ആ ഒരു ഫേസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പ് അവിടെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പീസ് എടുത്തിട്ട് ആ കണ്ണിന് താഴെയായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലേ ഇതെന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മളൊരു കുഞ്ഞു മങ്കീനെയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മങ്കിയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മൂക്കൊക്കെ ഞാനിവിടെ കുഞ്ഞൊരു ബോൾ പോലെ വെച്ചിട്ട് ക്ലേ ടൂൾ വെച്ചിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ലപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് അവിടെ ഒരു നമ്മളിങ്ങനെ എടുത്തു വെച്ച പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളത് ആ ഒരു ചുണ്ടിൻ്റെ ഭാഗം ചെയ്തെടുക്കുകയാണ്. ക്ലേ ടൂൾ വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു ചുണ്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല രസമായിട്ട് നമുക്കതൊന്ന് വരച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലപോലെ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ ഹോൾ ഇടുവാണ് കേട്ടോ. ഈ ഒരു ക്ലേ ടൂൾ വെച്ചിട്ട് ഞാൻ കണ്ണിന് ഹോൾ ഇടുവാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 കുഞ്ഞു ബോൾസ് പോലെ ആക്കി മോൾഡിറ്റ് എടുക്കുവാണ്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ കുഞ്ഞതായിട്ട് 2 എണ്ണം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെവി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ആ ഒരു ചെവിയുടെ പൊസിഷനിലേക്ക് നമ്മളതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നല്ല നീറ്റായിട്ട് നമുക്കതൊന്ന് അവിടെ പിടിപ്പിച്ചെടുക്കാം. ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് അതിൻ്റെ ചെവി ഇരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ച് എടുക്കാം. ഇത് ക്ലേ ഹാർഡാവുന്നതിന് മുൻപ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെവിക്കോളിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അല്ല ഇത്തിരി ഒന്ന് ഹാർഡാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പൊക്കെ ശരിക്കും കിട്ടും. ഇത്തിരി ഒന്ന് ഹാർഡാവുകയാണെങ്കിൽ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് വേഗം ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് ഫെവിക്കോളിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നല്ലപോലെ നമ്മൾ ഈ ക്ലേ ടൂളൊക്കെ വെച്ചിട്ട് അത് ആ ഒരു ബോഡിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഒരു എന്താ പറയുക, പഴത്തൊലി പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു നീളത്തിലിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് സിസർ വെച്ചൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പഴത്തൊലിയുടെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അതൊന്ന് എന്താ പറയുക, ആ ഒരു മങ്കിയുടെ ഷേപ്പ് ഒന്ന് ക്യൂട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, മങ്കീനെ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഴത്തൊലി ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ തലയിലോട്ട് വെച്ച് കൊടുക്കുവാണ് കേട്ടോ, തൊപ്പി പോലെ. കാണാൻ നല്ലൊരു ഭംഗിയാണ് അത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തലയുടെ സൈഡിലേക്ക് അതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുരങ്ങുകുട്ടനെ ഇവിടെ ഞാൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി നമുക്ക് കൊൻകൂട്ടൻ്റെ കയ്യിലേക്ക് പിടിക്കാനായിട്ട് ഒരു കുഞ്ഞു തണ്ണിമത്തൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതേ കുഞ്ഞ് ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ പുറത്തേക്ക് ന്യൂസ് പേപ്പർ ഒന്ന് ചുരുട്ടിയിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് മോൾഡിഡ് ക്ലേ വെച്ച് ഭംഗിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ പേപ്പർ ടേപ്പ് വെച്ച് ഞാൻ അതൊന്ന് നന്നായി ഒട്ടിച്ച് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതേ മോൾഡിഡ് ക്ലേ വെച്ച് പരത്തി നല്ലപോലെ ഷേപ്പാക്കി എടുത്തിട്ട് ഒരു തണ്ണിമത്തൻ്റെ പോലെ ഒരു ഉരുണ്ട ഷേപ്പാക്കി എടുത്തിട്ട് ഇനി ഇത് മങ്കിക്കുട്ടൻ്റെ കയ്യിലേക്ക് പിടിക്കാൻ കൊടുക്കുവാണ്. അത് പിടിക്കാൻ കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെയാണ് ഇത് ഞാൻ ടൂത്ത് പിക്ക് ഹോൾഡറാക്കി മാറ്റണത് കേട്ടോ. ഇനി നമുക്ക് കുരങ്ങുകുട്ടന് നമുക്ക് കുഞ്ഞു കൈയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. 2 കൈ കൊണ്ട് പിടിച്ചിരിക്കുന്ന പോലെയാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ കൈയൊക്കെ ചെയ്ത് കൊടുക്കുവാണ്. കണ്ടോ, കൈയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കൈയും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കൈയൊക്കെ നല്ലപോലെ നമ്മൾ ജോയിൻ ചെയ്യിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ കൈ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പുറത്തെ കൈ വെച്ച അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നും വെച്ച് കൊടുക്കുകയാണ്. രണ്ടും ഒരുപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്കത് കുറച്ച് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയില്ല, എൻ്റെ വീട്ടിൻ്റെ പുറത്ത് ഇതുപോലെ കുറേ കല്ലുകൾ കാണാം കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഉരുണ്ട ഷേപ്പിൽ. അതെങ്ങനെ അവിടെ വന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ കല്ലുകൾ കുറച്ച് പറക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കണ്ണിൻ്റെ സ്ഥാനത്തോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഞാനത് ഒട്ടിച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇനി അത് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 കണ്ണും നമുക്കതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരേ ഷേപ്പിലുള്ളത് ഒരേ സൈസിലായിട്ട് നമ്മൾ എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കിയെടുത്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബോഡിയിലേക്ക് ഡാർക്ക് ബ്രൗണും കുറച്ച് ബ്ലാക്കും കൂടെ ആഡ് ചെയ്ത് ഞാൻ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഡാർക്ക് ബ്രൗണാണ് അടിച്ചു കൊടുക്കുന്നത്. അത് അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു കളറ് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഡാർക്ക് ബ്രൗണിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഡാർക്ക് ആക്കിയിട്ടാണ് ഞാൻ അടിച്ചു കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇനി നമുക്ക് ഫേസിനായിട്ട് ഞാൻ ഫ്ലഷ് ടിൻറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അത് ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം. നമുക്ക് വേറെ ഒന്നും മിക്സ് ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണല്ലോ നമുക്ക് വേണ്ടത്. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഫ്ലഷ് ടിൻറ്റ് കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ കണ്ണിനായിട്ട് ബ്ലാക്ക് കളർ ഒന്നും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ നമ്മുടെ പഴത്തിന് ക്രോം യെല്ലോ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് അത് നന്നായിട്ട് എടുത്ത് കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോം യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ നമ്മുടെ തണ്ണിമത്തൻ ചെയ്യാനായിട്ട് സാപ്പ് ഗ്രീൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് ആദ്യം അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് സാപ്പ് ഗ്രീൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാംബൂ ഗ്രീൻ വെച്ചിട്ട് നമുക്ക് ഒന്നിങ്ങനെ ലൈൻസ് പോലെ ആക്കി കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ കറക്റ്റായിട്ടുള്ള തണ്ണിമത്തൻ്റെ ആ ഒരു ഭംഗി കിട്ടുക. ഇനി നമ്മൾ ഇങ്ങനെ ബാംബൂ ഗ്രീൻ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതേ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ തണ്ണിമത്തൻ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞ് കുരങ്ങുകുട്ടിയും അതുപോലെ തന്നെ തണ്ണിമത്തനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടൂത്ത് പിക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടൂത്ത് പിക്ക് ഹോൾഡർ ഇവിടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഓൾ എന്നുള്ള ബെല്ലൈക്കൺ തന്നെ നോക്കി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുരങ്ങുകുട്ടനൊക്കെ കൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി വീഡിയോ എടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്കുള്ള ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. സ്റ്റേ സേഫ് ആൻഡ് ബൈ.